കാഴ്ച അപ്പോൾ നമ്മൾ ഇന്നലെ വരാട്ടുമായിട്ട് ഇന്നലെ ടെൻറ്റൊക്കെ അടിച്ച് സെറ്റായി. ഇന്നലെ ഒന്ന് കിടന്നുറങ്ങിയപ്പോൾ ഒന്നും അറിയില്ല. പക്ഷെ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ ഫുള്ള് കോടയാണ്, നല്ല തണവാ, എല്ലാവരും വിറച്ചിട്ടൊക്കെ ഇരിക്കണേ. സുചേട്ടാ തണവിനെ പറ്റി പറയൂ. ഒന്നും പറയണ്ട, ക്യാമറ എടുക്കാൻ പറ്റില്ല. ഇത് നമ്മുടെ നല്ല കാറ്റുണ്ട്, അത് കണ്ടോ, കോട കണ്ടോ, ഫുള്ള് കോട. കുറേ പിള്ളേരുകളൊക്കെ രാവിലെ വന്നു. ഞങ്ങൾ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ട് സൂര്യനൊക്കെ ഉദിക്കുന്നത് കാണാമെന്ന് വെച്ചു. പക്ഷേ ഫുള്ള് കോടയായിരുന്നു, ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു വെള്ളച്ചാട്ടം. നമ്മൾ കുറേ റീൽസിൽ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം ഒരുവിധം ഫേമസ് ആയ വെള്ളച്ചാട്ടമാണ് പാലൊഴുകും പാറ. ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ നിങ്ങൾ, സെറ്റാട്ടോ. അങ്ങനെ ഗൈസ് ഇത് കുറേ നേരം നോക്കിയൊക്കെ നമ്മുടെ സൂര്യൻ വന്നു. അങ്ങനെ നമ്മളിത് കണ്ടോ, സൂര്യൻ വരുമ്പോൾ തന്നെ നമ്മളിത് ഇങ്ങനെ ഒരു നിർത്തിയൊരു ഫോട്ടോയും ഒരു വീഡിയോ ഒക്കെ എടുത്തത്, നമ്മുടെ വണ്ടിയുടെ കുറേ വീഡിയോ എടുത്ത്, ടെൻറ്റിൻ്റെ വീഡിയോ എടുത്ത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ രാവിലെ എത്തിയപ്പോഴേക്കും കുറേ ആൾക്കാർ സ്ഥലം കാണാൻ വേണ്ടി നടന്നു വന്നു. എങ്ങനെയല്ല സമ്മതിക്കണം, എവിടെ നിന്നോട്ട് നടന്ന് 2 മല കണ്ട് കയറി ഇറങ്ങി നടന്നു വരണം. അയ്യോ അല്ലേ, 3 മല എങ്ങനെയല്ലേ കേട്ടോ. നമ്മുടെ ഈ വെള്ളച്ചാട്ടം അവിടെ ഉണ്ട്, ഇപ്പോൾ ഫുള്ള് ക്ലിയർ ആയിട്ട് കാണാൻ എല്ലാവിടെയും. നമ്മൾ ഇവിടെയാണ് ഇന്നലെ രാത്രി സ്റ്റേ ചെയ്തത്. ഓ വെയിൽ വന്നപ്പോൾ പ്രത്യേക ഒരു ചൂടാണ്. ഇത്ര നേരം തണുത്തിരിക്കുമ്പോൾ ചെറുതായിട്ട് വെയിൽ കൊള്ളുമ്പോൾ എന്തോ ഒരു സുഖം കണ്ടോ. വെയിൽ വന്നു, അങ്ങനെ പേടിക്കേണ്ട, ഇത് പെട്ടെന്ന് തന്നെ പൊക്കോളും. കാരണം ഇടയ്ക്ക് വെയിൽ വന്ന് ഇടയ്ക്ക് പോവാണ് പതിവ്. ഇതാണ് നമ്മുടെ ഇപ്പുറത്തെ നമ്മുടെ ടെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് വ്യൂ. വലിയൊരു മലയുടെ മുകളിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ഇന്നലെ രാത്രി മൊത്തം കിടന്നുറങ്ങാൻ ക്ഷീണമൊന്നും ഉണ്ടായില്ല. നല്ല രീതിക്ക് ഓഫ് റോഡിൽ അധ്വാനിക്കേണ്ടത് വന്ന കാരണം നല്ല രീതിക്ക് കിടന്നുറങ്ങി. ഓക്കെ, ഇനി നമുക്കിനി പയ്യെ ഇവിടുന്ന് പോവാം. കാരണം നമുക്കിനി ഇവിടുന്ന് മൂന്നാർക്ക് പോകണം. മൂന്നാറിലാണ് നമ്മൾ പോത്തമ്മേട് കാന്തല്ലൂരൊക്കെ പോകാനുണ്ട് ഇനി ഇന്നത്തെ ദിവസം. അപ്പോൾ ഇനി ഇവിടുന്ന് പയ്യെ ഇറങ്ങിയാലാണ് നമുക്ക് രാവിലെ തന്നെ ഒരു ചെറിയ ചായ കുടിച്ചിട്ട് ഇവിടുന്ന് എന്തായാലും മൂന്നാർക്ക് പോവാം. അങ്ങനെ കാഴ്ച നമ്മൾ പോവാണ്. എല്ലാവരും ഇറങ്ങി തുടങ്ങി. നമ്മൾ ഇന്നലെ ഇവിടെ ആട്ടോ ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്ത്. ഇവിടെ ഒന്നുമില്ല, ഒക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. കുറേ കുപ്പികളൊക്കെ ഉണ്ടായത് നമ്മൾ പറക്കി സൂക്ഷിച്ചേണ്ട വേണ്ടി ബാക്കിലിട്ടുണ്ട്. കാരണം വേസ്റ്റ് താഴെ കളയാനുള്ളത്. ബാക്കിയുള്ള വെള്ളം നമ്മളിത് എടുത്ത് നമ്മുടെ വണ്ടി കയറ്റിയിട്ടുണ്ട്. ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നേരെ മൂന്നാറ്. ഇനി അടുത്ത ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങണതിൻ്റെ കുറച്ച് ടാസ്ക് ഉണ്ട്. കയറി വന്ന വഴി അതോടെയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സുഖമായി. അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്, വരാട്ടുമേടിൽ നിന്ന് ഇറങ്ങുകയാണ്. സുചേട്ടൻ്റെ വണ്ടിയുടെ ബാക്കിൽ നമ്മൾ വേസ്റ്റ് കെട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ ഇട്ടിട്ട് പോയിട്ടില്ല. ഫസ്റ്റ് മാലയും വീണത്തോടന്ന്. അയ്യോ, സുചേട്ടൻ ഒരു ഗ്യാപ്പ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഇറങ്ങാൻ തുടങ്ങിയില്ല, അപ്പോഴേക്ക് ഐശ്വര്യട്ടോ. ഏതാ ഇത് നനഞ്ഞ് കിടക്കണ തെന്നും. അങ്ങനെ ഫസ്റ്റ് ഹിമാലയ. എത്ര മുദ്ര കൽപ്പിച്ചു ഇവിടെ? 5, 6? 6ാമത്തെ. ഇന്നലെ ഇവിടെ നിന്ന് കയറിയിട്ട് 6ാമത്തെ മുദ്രയാണിത്. റെക്കോർഡിങ് നടക്കിയ. ഹെൽമെറ്റ് പോരി ഞാൻ വേണേ കാണിച്ചിടക്ക. ഒരു മിനിറ്റ്, വണ്ടി ഇവിടെ ഒളിച്ചിട്ട്. അതാകുമ്പോൾ കാല് കുത്തി നിൽക്കാൻ പറ്റും.
പോയി. അതിൽ തന്നെ ഇറക്കടാ. ഇതിലിറക്കിയല്ലോ ഏട്ടാ. ഇതില് അല്ല അത് ആ സൈഡിൽ കൂടെ. ഈ എഡ്ജിൽ വരുമ്പോ നിനക്ക് കാല് വെക്കാൻ പറ്റില്ല. നോക്കി വെക്കാലോ. അല്ല അതില് നോക്കാം. അതില് ഇറക്കിയോ. ബാക്കില്ലല്ലേ, ഫ്രണ്ട് എടുത്ത് വെക്കണം. ഇറക്കിടാ മോനെ. പയ്യെ നോക്കിയോണ്ടോ. അങ്ങനെ അടുത്ത എക്സ്പൾസ്, ഒരു എക്സ്പൾസ് ഉള്ളൂ. അടുത്ത വണ്ടി ഇറക്കാൻ പോവാണ്. മുട്ടിക്കല്ലേ ഫ്രണ്ട് ടയർ, ഗ്യാപ്പ് ഇട്ടില്ലെങ്കിൽ അങ്ങോട്ട് വീഴും. ആ സൈഡ് പിടിച്ചോണേ. ഓക്കെ സെറ്റ്. അങ്ങനെ പറ്റേ അതിലെന്നെ പോകുന്നുണ്ട്. പയ്യെ ഇല്ലില്ല, തട്ടില്ല. അടി തട്ടി. പയ്യെ എന്തെങ്കിലും കയ്യിൽ നിന്ന് ഇടണമെന്നുണ്ടോ? എന്തെങ്കിലും ഇന്നലെ ഇട്ട പോലെ ഇന്നലെ ഇങ്ങനെയൊക്കെ ഇത് ചെയ്തിട്ടാ സൂചിച്ചേട്ടാ അവിടെ നീയാണ് അമിതമായ ആവേശം തന്ന് എന്നെ പലപ്പോഴും വഴി തെറ്റിക്കുന്ന നീയാണ്. ഓക്കെ ഇതൊക്കെ എന്ത് സുധിച്ചാണോ ചുട. പോട്ടെ പയ്യെ പോട്ടെ, പയ്യെ പോട്ടെ. അവിടെ നിന്ന് നോക്കണേ, ബാക്കും ഫ്രണ്ടും ഒരുമിച്ച് ഇറങ്ങും. സെറ്റ് ചെയ്ത് തരാം.
ഞങ്ങൾ ഇവര് തൃശ്ശൂർ, ഞാൻ ഇവിടെ അടുത്ത് തന്നെ. ഇവര് തിരുവനന്തപുരം, ചേട്ടൻ കൊല്ലം. അങ്ങനെ അവസാനത്തെ കടമ. നമ്മളെ വണ്ടികളുണ്ടോ? ഇല്ലോ, വണ്ടികളും കയറ്റി ഇവിടെ തിങ്ങിത്തോടി കയറി വെച്ച് സന്തോഷമായി. അങ്ങനെ നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ കയറി കാല് ചെറുതായിട്ടൊന്ന് ആ സൈഡ് ഉരഞ്ഞു. കുഴപ്പമൊന്നുമില്ല, സീനില്ല. അപ്പോൾ ഓക്കെ, ബൈ. പോട്ടെ ഒറ്റത്രോട്ട്. ആ പോട്ടെ. വെയിറ്റ്. ഗിയറിലല്ലേ? ഞാൻ പൊന്തിക്കാണേ. സൈഡ് പിടിക്കണ്ടായിരുന്നോ? കൈ വെച്ചിട്ടുണ്ട്, പൊക്കോ. നിക്ക് ഒന്ന് ബാക്ക് എടുത്തിട്ട് എടുക്കണേ. കിട്ടോ? ഇനി ഞാൻ ബാക്കി പിടിക്കില്ല. പോട്ടെ ബാക്ക് പോലെ. ബാക്കിൽ സപ്പോർട്ട്. ഓഫ് വണ്ടി ഓഫ്. റെക്കോർഡാണോ? പമ്പിയാമ്പി നിങ്ങളിത് കാണുക, പകരക്കാരനായി കയറിയ ആലി ബ്രോയുടെ സാഹസങ്ങൾ. Why this man? അങ്ങനെ നമ്മുടെ വണ്ടികളൊക്കെ നമ്മൾ നല്ല രീതിക്ക് കയറ്റി ഇവിടെ കഴിഞ്ഞാൽ നമ്മളിനി ഇവിടെ നിന്ന് മൂന്നാർ പോവാണ്. നമ്മൾ വെളുപ്പിന് ഇറങ്ങണമെന്ന് വിചാരിച്ചാ ഇപ്പം ഉച്ചയായി. നമ്മളൊന്നും വിചാരിക്കാൻ നടക്കാത്ത സൂചേട്ടാ. വെളുപ്പിന് ഇറങ്ങണമെന്ന് വിചാരിച്ചു, ഇപ്പം ഉച്ചയായി. എക്സ്പെക്ട് ചെയ്തൊരു ത്രില്ലല്ലോ. ഇനി നമുക്ക് മൂന്നാർ വന്നിട്ട് കാണാം. മൂന്നാർ KSRTC സ്റ്റാൻഡിലെത്തി. നമ്മുടെ റൂം നമ്മൾ കൺഫേം ചെയ്തു. ഇനി വൈകിട്ട് കിട്ടിയില്ല. ഇനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബുക്കിംഗ് ഇല്ല. നമ്മളെപ്പോൾ വരുന്നോ 5 മണിക്ക് ശേഷം വരുമ്പോഴാണ് നമുക്ക് റൂം കൊടുക്കാം. അല്ലാതെ മുൻകൂട്ടി ബുക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. നമ്മൾ പക്ഷേ റൂം നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
10 മണി ഒരാൾ നോക്കും, അത് ഒരു കണ്ടില്ലെങ്കിൽ നമ്മൾ അപ്പുറത്ത് ഓപ്പോസിറ്റ് ടെൻ്റ് അടിക്കും അല്ലേ. ടെൻ്റ് അടിച്ച് കിടക്കും. അല്ല അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മളിനി നേരെ എവിടേക്ക് പോണേ? കാന്തല്ലൂരാ? ചേട്ടാ എവിടേക്ക് പോണേ? കാന്തല്ലൂർ. അപ്പോൾ നമ്മൾ മറയൂർ കാന്തല്ലൂർ വഴിക്ക് കയറി മൂന്നാറിന്ന്. അപ്പോൾ ഈ വഴിക്ക് കയറിയപ്പോൾ അത്യാവശ്യം മൂടായിട്ടുണ്ട് വഴിയും ക്ലൈമറ്റും. അത്യാവശ്യം തണുക്കാനൊക്കെ തുടങ്ങി. വേഗം ഇപ്പോൾ തന്നെ ലേറ്റ് ആയി. നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ സമയം 4:30 അങ്ങാണ്ടായി, 5 മണി അങ്ങാണ്ടായി. ഈ കാന്തല്ലൂരൊക്കെ എത്തുമ്പോൾ 6 റേഞ്ച് ആവും. തിരിച്ചു വരുമ്പോൾ ഏകദേശം 9 മണി 10 മണിയൊക്കെ ആവും. എന്തായാലും നോക്കാം. എന്തായാലും നല്ല ക്ലൈമറ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മൾ കാന്തല്ലൂർ എത്തി. ഇപ്പോൾ ലെച്ചിപ്പാറ എന്ന് പറഞ്ഞ വാട്ടർഫോൾസിൻ്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ വഴിയാണ്. കുറേ അത്യാവശ്യം എല്ലായിടത്തും ഒക്കെ വെള്ളമൊക്കെ ഒഴുകി വരുന്നുണ്ട്. അടിപൊളിയായില്ലേ? ഈ വേറെ ടിക്കറ്റ് എങ്ങനെയാണ് പോണത്? വേറെ വാട്ടർഫോൾസ് ഉണ്ടാവോ? ഓ ഈ വാട്ടർഫോൾ വെള്ളമില്ല കൈ, വെള്ളമില്ലല്ലേ ചേട്ടാ? ഇവിടെയല്ല അന്നൊന്ന് ചേട്ടാ കുളിച്ചത്, അന്ന് വീഡിയോ വന്നത്. ഓ സാധാരണ ഇവിടെ ഫുള്ള് വെള്ളം ഇങ്ങനെ ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ഒഴുകും. പക്ഷേ ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട്, മഴയൊന്നും ഇല്ലാത്ത കാരണം കുറച്ചേച്ച് വെള്ളമുള്ളൂ. വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നേനെ, അത്യാവശ്യം വൈബായിരുന്നേനെ. പക്ഷെ അടിയിൽ വെള്ളമുണ്ട്. ഗൈസ് നമ്മൾ തിരിച്ചു പോവാണ്. ഇരുട്ടു. ഞാൻ മുകളിൽ മാത്രം വിളിച്ചുള്ളൂ. താഴെ വല്ലതും കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഒന്നും കളറൊക്കെ പോയി. ഇന്ന് നമ്മളതേ മൂന്നാറിലേക്ക് തിരിച്ചു പോകും. വീണ്ടും ഇവിടുന്ന് 52 കിലോമീറ്റർ തിരിച്ച് വീണ്ടും മൂന്നാറിലേക്ക് പോവാണ്. ഇനി പോണ വഴിയിൽ എന്തെങ്കിലും കാഴ്ചകളുണ്ടെങ്കിൽ നമുക്ക് കാണിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് മൂന്നാർ വന്നിട്ട് കാണാം.
നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്റ്റേ ചെയ്തത് കെ എസ് ആർ ടി സിയുടെ സ്റ്റേയിലാണ്. മൂന്നാർ കെ എസ് ആർ ടി സിയുടെ സ്റ്റേയിൽ, അതായത് ആ ബസ്സിലുള്ള സ്റ്റേയിൽ അതാണിത്. അത്യാവശ്യം നല്ലതാണത്. നമ്മൾ കിടന്നു ഇവിടെയാണ്. നമ്മൾ ഇന്നലെ 3 പേരുണ്ടായി. അതിൽ സുധിച്ചേട്ടൻ രാവിലെ എഴുന്നേറ്റ് പോയി. ഓക്കെ, റൂം അത്യാവശ്യം നീറ്റാണ് കേട്ടോ. ബാക്കിൽ ബസ്സുകൾ കണ്ടോ, ഇതൊക്കെ സ്റ്റേക്കുള്ള ഒരു ബസ്സാണ്. മറ്റതൊക്കെ ഓടാനുള്ള ബസ്സാണ്. ഇങ്ങനെ കുറേ ബസ്സുകളുണ്ട് അപ്പുറത്ത് ഇപ്പുറത്താക്കിയിട്ട് ആണോ. ഇവിടെ നമുക്ക് ഒരു ബെർത്തിന് വരുന്നത് 220 രൂപയാണ്. പിന്നെ നമുക്ക് റൂമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1000 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ റൂമായിട്ട് കിട്ടും. ഒറ്റ സിംഗിളൊക്കെയാണ് വരുന്നുണ്ടെങ്കിൽ 220 രൂപയ്ക്ക് ഇത് ബെസ്റ്റാണ്. പിന്നെ റൂമിൽ വേറെ എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, റൂമിൽ നമുക്ക് AC ഉണ്ട്, AC. പിന്നെ വാഷ് ബേസിനുണ്ട്, ഒരു ടേബിൾ ഫാൻ ഉണ്ട്, ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. വെള്ളത്തിൻ്റെ ഇത് അവർ കണക്ഷൻ എടുത്തേക്കാണ്, വെള്ളം സെറ്റല്ല. കണ്ടോ, ഇതാണ് ബസ്സിൻ്റെ. ഇതൊക്കെ വർക്ക് ചെയ്യണ ബസ്സാണ് കേട്ടോ. ഇതൊക്കെ ഓടണ ബസ്സുകളാണ്, ഫുൾ കണ്ടീഷണൽ ബസ്സുകളാണ് ഇതൊക്കെ. നമ്മുടെ വണ്ടി കേട്ടോ, നമ്മുടെ വണ്ടി. കാരണം രാവിലെ വന്നപ്പോൾ മൂന്നാർ, ഇന്നലെ നമ്മൾ നൈറ്റ് വന്നപ്പോൾ ഫുള്ള് മൂന്നാർ നല്ല മഴയായിരുന്നു. ഇപ്പോഴും മഴയാണല്ലോ. ഇപ്പോഴും മഴച്ചാറ്റിൽ തന്നെയാണ് കേട്ടോ. ഇതാണ് ഇപ്പോഴത്തെ രാവിലത്തെ മൂന്നാറിലെ കണ്ടീഷൻ. കേട്ടോ, നമ്മൾ ഇതിൽ വലിയ ബസ്സിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്, വെള്ള വലിയ ബസ്സിൽ. ഇതൊക്കെ റൂമാണ്. പിന്നെ ഇതിൽ ബെർത്തുണ്ട്. മൂന്നാർ സിംഗിളായിട്ടൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ട് റൂം എടുക്കാൻ പറ്റും. ഒരേ ഒരു സ്ഥലം KSRTC, മൂന്നാർ KSRTC സ്റ്റാൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം 220 രൂപയ്ക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് എനിക്കറിയില്ല. കണ്ടോ, ഇത് അത്യാവശ്യം അടിപൊളിയാണ്. ഒരു പില്ലോ ഉണ്ടാവും, ഒരു ബെഡ്ഷീറ്റ് ഉണ്ടാവും, ഒരു പുതപ്പുണ്ടാവും, പിന്നെ ബെഡ് കണ്ടോ, അത്യാവശ്യം നല്ല സ്മൂത്താണ്. ഇത്രയും സൗകര്യം വേറെ എവിടെയും കിട്ടില്ല. അപ്പോൾ അതെ, നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള പുറപ്പാടിലാണ്. ഇന്നലെ കട്ട മഴ എന്ന് പറഞ്ഞാൽ കട്ട മഴ. നമ്മൾ കാന്തല്ലൂർ വെള്ളച്ചാട്ടം കാണാൻ പോയി. വെള്ളം ഉണ്ടായില്ല, വെള്ളം കുറവായിരുന്നു. പിന്നെ നമ്മൾ എത്തിയപ്പോൾ നേരം വൈകി രാത്രി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ തന്നെ ഇങ്ങോട്ട് തിരിച്ച് മറയൂരൊക്കെ എത്തിയപ്പോൾ കൊല്ല മഴ എന്ന് പറയുമ്പോൾ ഒന്നാമത് തണുക്കണ്, അതിൻ്റെ ഇടയ്ക്ക് ഒടുക്കത്തെ മഴയും. നമ്മൾ നനഞ്ഞ് റെയിൻകോട്ട് ഇട്ടിങ്ങനെ നനഞ്ഞ് ഒരു പരുവായി. ഇവിടെ എത്തിയപ്പോഴേക്കും ഇവിടം വരെ മഴയായിരുന്നു. എനിക്ക് തോന്നുന്നത് ഞങ്ങൾ എന്നിട്ട് രാത്രി ഇവിടെ വന്ന് ഉറങ്ങണ സമയം വരെ ഫുള്ള് മഴയായിരുന്നു. ഇന്നലെ രാത്രി ഫുള്ള് മഴയായിരുന്നു. ഇപ്പോഴും ചെറുതായിട്ട് പൊടിക്ക് വീഴുന്നുണ്ട്. ഒരു വൃത്തിയായിട്ട ക്ലൈമറ്റ് ആയി. ഇവിടുത്തെ ചേട്ടൻ തന്നെ പറഞ്ഞു വൃത്തിയായിട്ട ക്ലൈമറ്റ് അതൊന്ന്. അപ്പോൾ ഗൈസ്, ഇതേ നമ്മൾ സാധനങ്ങളൊക്കെ കെട്ടിപ്പൂട്ടി വണ്ടി കയറ്റാൻ പോവാണ്. കാരണം ഈ ചെറിയ മഴയുള്ളൂ. ഇപ്പോൾ വലിയ മഴ വരണേക്കാൾ മുന്നേ നമുക്ക് ഇവിടെ നിന്ന് തെറിക്കണം. അപ്പോൾ വേഗം കെട്ടിപ്പൂട്ടി വണ്ടി കയറ്റി നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഇനി നമ്മൾ വീഡിയോസ് പരമാവധി ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. കാരണം നമ്മൾ കുറച്ച് അത്യാവശ്യം ഗ്യാപ്പ് വന്നു. ഇനി അങ്ങനെ ഗ്യാപ്പ് വരാതെ എല്ലാ വീഡിയോസും ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ പരമാവധി എല്ലാവരും കാണാം, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.